ന്യൂ SCERTയിലെ 8ാം ക്ലാസ്സിലെ ജീവന്റെ ഉത്ഭവം ജീവികളുടെയും എന്ന് പറയുന്ന ബേസിക് സയൻസിലെ 8ാമത്തെ ചാപ്റ്റർ ആണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് തന്നെ നീലത്തിമിംഗലം ഉൾപ്പെടെയുള്ള തിമിംഗല വിഭാഗങ്ങളുടെ പൂർവികരാണ് ആര്? പാക്കിസെറ്റ്സ്. പാക്കിസെറ്റ്സ് ആണ് നീലത്തിമിംഗലം ഉൾപ്പെടെയുള്ള തിമിംഗല വിഭാഗങ്ങളുടെ പൂർവികൻ. അപ്പൊ തിമിംഗല വിഭാഗങ്ങളുടെ പൂർവികൻ ആരാണ്? പാക്കിസെറ്റ്സ് ആണ്. ഇവയ്ക്ക് ഈ പാക്കിസെറ്റ്സിന് ചെന്നായയുടെ ശാരീരിക സവിശേഷതകൾക്കൊപ്പം നീന്താൻ അനുയോജ്യമായ ശരീരഘടന കൂടി ഉണ്ടായിരുന്നു. അതിനുശേഷം ഇവയുടെ പിൻഗാമികൾ എന്ത് ചെയ്തു? കൂടുതൽ സമയം ജലത്തിൽ ചെലവഴിച്ചതോടുകൂടി അവയുടെ കാലുകൾ തുഴകളായിട്ട് പരിണമിച്ചു. അപ്പോ തിമിംഗല വിഭാഗങ്ങളുടെ പൂർവികനായിരുന്നു പാക്കിസെറ്റ്സ് എന്ന് പറയുന്നത്. ചെന്നായയുടെ ശരീര സവിശേഷതകളും ഒപ്പം നീന്താനും അനുയോജ്യമായ ഒരു ശരീരഘടന ഉണ്ടായിരുന്നു. ഇവയുടെ പിൻഗാമികൾ എന്ത് ചെയ്തു? ഒരുപാട് സമയം ജലത്തിൽ ചെലവഴിച്ചതോടുകൂടി അവയുടെ കാലുകൾ തുഴകളായിട്ട് പരിണമിച്ചു എന്നുള്ളതാണ്. അപ്പൊ ഈ തിമിംഗലയുടെ പൂർവികൻ എന്നുള്ള രീതിയിൽ പാക്കിസെറ്റ്സിനെ പഠിക്കാൻ വേണ്ടിയിട്ട് എന്താ തിമിംഗല വിഭാഗങ്ങളുടെ പൂർവികന്റെ പ്രത്യേകത? ചെന്നായയുടെ ശരീരമാണെന്ന് പറയുന്നത്. സോ പാക്ക് ചെന്നായകളുടെ കൂട്ടത്തെയാണ് പാക്ക് എന്ന് പറയുന്നത്. അപ്പൊ പാക്കിസെറ്റ്സ് എന്ന് പറയുന്ന തിമിംഗല വിഭാഗങ്ങളുടെ പൂർവികനാണ്. അങ്ങനെ എടുക്കാം. ഇനി ഇങ്ങനെ മാറുന്ന സാഹചര്യങ്ങളുമായുള്ള പൊരുത്തപ്പെടലിന്റെ ഭാഗമായി ജീവികളിൽ എന്തുണ്ടാകുന്നു? മാറ്റങ്ങൾ ഉണ്ടാകുന്നു എന്നതിന് തിമിംഗലത്തിന്റെ പരിണാമ ചരിത്രം തെളിവാണ്. മനുഷ്യൻ ഉൾപ്പെടെയുള്ള എല്ലാ ജീവജാലങ്ങൾക്കും ഇത്തരത്തിലൊരു പരിണാമത്തിന്റെ കൗതുകകരമായ ചരിത്രമുണ്ട്. അങ്ങനെ പറഞ്ഞുകൊണ്ട് ഈ ചാപ്റ്റർ തുടങ്ങുകയാണ്. ഇനി അതിൽ തന്നെ ആദ്യം തന്നെ പറയുന്നത് എന്താണ്? ജീവന്റെ ആവിർഭാവത്തെ കുറിച്ചിട്ട് എന്തുണ്ട്? സിദ്ധാന്തങ്ങളുണ്ട്. 2 സിദ്ധാന്തങ്ങളുണ്ട്. ഒന്ന് നോക്കുക, പാൻസ്പെർമിയ സിദ്ധാന്തം ആൻഡ് രാസപരിണാമ സിദ്ധാന്തം. പാൻസ്പെർമിയ സിദ്ധാന്തം എന്ന് പറയുന്നത് ജീവൻ മറ്റേതോ ഗ്രഹത്തിൽ ഉത്ഭവിച്ച സൂക്ഷ്മ ജീവികളായോ അല്ലെങ്കിൽ രേണുക്കളായോ ആകസ്മികമായി ഭൂമിയിൽ എത്തിച്ചേർന്നു. ജീവന്റെ ഈ സൂക്ഷ്മ കണികകളെയാണ് പാൻസ്പെർമിയ എന്ന് വിളിക്കുന്നത്. അപ്പൊ എന്താ പാൻസ്പെർമിയ സിദ്ധാന്തം എന്ന് പറഞ്ഞാൽ? ജീവൻ ഉത്ഭവിച്ച എവിടുന്ന? ഏതോ ഒരു ഗ്രഹത്തിൽ നിന്ന്, ഭൂമിയിൽ അല്ലാതെ ഏതോ ഒരു ഗ്രഹത്തിൽ നിന്ന് ജീവൻ ഉത്ഭവിച്ച് ആകസ്മികമായിട്ട് ഭൂമിയിൽ എത്തിച്ചേർന്നതാണ് എന്നാണ് പറയുന്നത്. അപ്പൊ ജീവന്റെ കണിക എങ്ങനെയാണ്? സൂക്ഷ്മ കണികകളെ എന്താ പറയുന്നത്? പാൻസ്പെർമിയ എന്ന് വിളിക്കുന്നു എന്നുള്ളതാണ് പാൻസ്പെർമിയ സിദ്ധാന്തത്തിൽ വിശദീകരിക്കുന്നത്. ഇനി രാസപരിണാമ സിദ്ധാന്തം നോക്കിയേ. അത് പറയുന്നത് ആദിമ ഭൂമിയിലെ സവിശേഷ സാഹചര്യങ്ങളിൽ സമുദ്രത്തിലെ രാസവസ്തുക്കൾ കൂടിച്ചേർന്നുണ്ടായ പ്രവർത്തനങ്ങളുടെ ഫലമായി ജീവൻ ആവിർഭവിച്ചു എന്ന് വിശദീകരിക്കുന്ന സിദ്ധാന്തമാണ് ഇത് രാസപരിണാമ സിദ്ധാന്തം. അപ്പൊ എന്താ പറയുന്നത്? ഇവിടെ എങ്ങനെ പറയണ? പാൻസ്പെർമിയ സിദ്ധാന്തത്തിൽ എന്താ പറഞ്ഞ്? പുറത്തേതോ ഗ്രഹത്തിൽ വെച്ചാണ്. പക്ഷെ രാസപരിണാമ സിദ്ധാന്തത്തിൽ എന്താ പറയുന്നത്? അത് ഭൂമിയിൽ വെച്ച് തന്നെയാണ്. ആദിമ ഭൂമിയിലെ സവിശേഷ സാഹചര്യങ്ങളിൽ എന്തുണ്ടായി? സമുദ്രത്തിലെ രാസവസ്തുക്കൾ കൂടിച്ചേർന്ന് പ്രവർത്തിച്ചു. ആ പ്രവർത്തിക്കുന്നതിന്റെ ഫലമായിട്ട് എന്തുണ്ടായി? ജീവൻ ആവിർഭവിച്ചു എന്നാണ് രാസപരിണാമ സിദ്ധാന്തത്തിൽ പറയുന്നത്. അപ്പൊ രാസപരിണാമ സിദ്ധാന്തത്തില് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണിത്. രാസപരിണാമ സിദ്ധാന്തത്തിന്റെ ഉപജ്ഞാതാക്കൾ. ഉപജ്ഞാതാക്കൾ ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ്? JBS ഹാൽഡേൻ ആൻഡ് AI ഒപ്പാരിൻ. ഒപ്പാരിൻ. അപ്പൊ JBS ഹാൽഡേനും ഒപ്പാരിനും AI ഒപ്പാരിനും കൂടിയാണ് എന്ത് കണ്ടുപിടിച്ചത്? രാസപരിണാമ സിദ്ധാന്തത്തിന്റെ ഉപജ്ഞാതാക്കൾ എന്നറിയപ്പെടുന്നു. JBS ഹാൽഡേൻ ആൻഡ് AI ഒപ്പാരിനാണ് രാസപരിണാമ സിദ്ധാന്തത്തിന്റെ ഉപജ്ഞാതാക്കൾ. ഇനി നെക്സ്റ്റ് പറയുന്ന ജീവന്റെ ആവിർഭാവമാണ്. എങ്ങനെയാണ് ജീവൻ ഭൂമിയിൽ ഉണ്ടായി എന്നാണ്. ആദിമ ഭൂമിയിലെ അന്തരീക്ഷമാണ് പറയുന്നത്. ഉന്നത താപനില ഉണ്ടായിരുന്നു. ആദ്യം ഉണ്ടായിരുന്നത് ഉന്നത താപനില, ദെൻ ഹൈഡ്രജൻ, മീഥേൻ, ദെൻ കാർബൺ ഡൈ ഓക്സൈഡ്, ഹൈഡ്രജൻ സൾഫൈഡ്, പിന്നെ അമോണിയ പ്ലസ് നീരാവി. ഇത്രയും കാര്യങ്ങളാണ് എന്തുണ്ടായിരുന്നത്? ആദിമ ഭൂമിയിലെ അന്തരീക്ഷം ഉയർന്ന താപനിലയുണ്ട്, അതിനോടൊപ്പം ഹൈഡ്രജൻ, മീഥേൻ, കാർബൺ ഡൈ ഓക്സൈഡ്, ഹൈഡ്രജൻ സൾഫൈഡ്, അമോണിയ, നീരാവി എന്നിവയുടെ പ്രസൻസ് കൂടി ഉണ്ടായിരുന്നു ആദിമ ഭൂമിയിലെ അന്തരീക്ഷത്തിൽ. പക്ഷെ അവിടെ എന്തുണ്ടായിരുന്നില്ല? സ്വതന്ത്ര ഓക്സിജൻ ഉണ്ടായിരുന്നില്ല. കാലക്രമേണ ഈ നീരാവി എന്തുണ്ടായി? ഘനീഭവിച്ച് ഏറെക്കാലം നീണ്ടു നിന്ന മഴയുണ്ടായി. അങ്ങനെ ആ മഴ ഉണ്ടായപ്പോൾ മഴയിൽ നിന്ന് വെള്ളം ഉണ്ടായി. ആ വെള്ളം ഒക്കെ പാടെ ചേർന്നിട്ട് എന്തായി മാറി? സമുദ്രമായി മാറി. അപ്പൊ എന്തുണ്ടായി? ഈ സമുദ്ര ജലത്തിലോട്ട് എന്തൊക്കെ ഉണ്ടായി? ആദിമ ഭൂമിയിലെ വിവിധ പദാർത്ഥങ്ങൾ എന്ത് ചെയ്തു? ലയിച്ചു ചേർന്നു. അല്ലെ? മഴ പെയ്തു, അത് കഴിഞ്ഞ് സമുദ്രം ഉണ്ടായി. സമുദ്രം ആയപ്പോ ആ സമുദ്ര ജലത്തിലോട്ട് വിവിധ പദാർത്ഥങ്ങൾ എന്ത് ചെയ്തു? ലയിച്ചു ചേർന്നു. ഇനി അങ്ങനെ ലയിച്ചു ചേർന്ന സമയത്ത്
നമ്മുടെ ഊർജ്ജ സ്രോതസ്സുകളായ സൂര്യപ്രകാശം, ഇടിമിന്നൽ, അൾട്രാവയലറ്റ് കിരണങ്ങൾ, അഗ്നിപർവ്വത സ്ഫോടനങ്ങൾ നിരന്തരം എന്തുണ്ടാവുന്നുണ്ട്, ഈ അന്തരീക്ഷത്തിൽ ഉണ്ടാവുന്നുണ്ട്. അതിന്റെ ഫലമായി സമുദ്രത്തിൽ എന്തുണ്ടായി, ലഘുജൈവ കണികകളുടെ രൂപീകരണം ഉണ്ടായി. അപ്പൊ ലഘുജൈവ കണികയ്ക്ക് ഉദാഹരണമാണ് ഇത് അമിനോ ആസിഡ്. ഓക്കെ, അമിനോ ആസിഡ് ഉണ്ടായി. ഇനി ഈ അമിനോ ആസിഡ് വീണ്ടും സൂര്യപ്രകാശ, ഇടിമിന്നൽ, അൾട്രാവയലറ്റ് കിരണങ്ങൾ, അഗ്നിപർവ്വത സ്ഫോടനങ്ങൾ തുടങ്ങിയ ഊർജ്ജ സ്രോതസ്സുകളുമായിട്ട് ബന്ധപ്പെട്ടിട്ട് എന്തുണ്ടായി, സങ്കീർണ ജൈവ കണികകളുടെ രൂപീകരണം സംഭവിച്ചു. അമിനോ ആസിഡ് പിന്നീട് എന്തായി, പ്രോട്ടീനായി മാറി. ഓക്കെ, പ്രോട്ടീനായി മാറി. ഓക്കെ, സങ്കീർണ ജൈവ കണികകളുടെ രൂപീകരണം സാധ്യമായി. ഇനി എന്തുണ്ടായി, ഒരു ന്യൂക്ലിക് ആസിഡ് എന്ന സങ്കീർണ തന്മാത്രയും കൊഴുപ്പ് ആവരണം രൂപപ്പെടുന്നു. ഓക്കെ, അപ്പൊ എന്തൊക്കെ ഉണ്ടായി, ഒരു കൊഴുപ്പ് ആവരണവും ന്യൂക്ലിക് ആസിഡും ഉണ്ടായി. ഓക്കെ, ഒരു ന്യൂക്ലിക് ആസിഡും അതിനെ പൊതിഞ്ഞുകൊണ്ട് ഒരു കൊഴുപ്പ് ആവരണവും രൂപപ്പെട്ടു. ഓക്കെ, ഒരു ന്യൂക്ലിക് ആസിഡും അതിനെ പൊതിഞ്ഞുകൊണ്ട് എന്തുണ്ടായി, ഒരു കൊഴുപ്പ് ആവരണം കൂടി രൂപപ്പെട്ടു. അങ്ങനെ എന്തുണ്ടായി, ആദിമ കോശം ഉണ്ടായി. ആദിമ കോശം എന്ന് പറയുമ്പോൾ സ്വയം ഇരട്ടിക്കുവാൻ ശേഷിയുള്ള ആദ്യത്തെ ആദിമ കോശം ഉണ്ടായി. ഇങ്ങനെയാണ് നമ്മുടെ ആദിമ കോശം ഉണ്ടായി എന്നാണ് പറയുന്നത്. ഓക്കെ, ഇനി പറയണത് 4 സയന്റിസ്റ്റുകളുടെ പിക്ചർ തന്നിട്ടുണ്ട്. ഹരോൾഡ് യൂറയും സ്റ്റാൻലി മില്ലറും. അപ്പോ ജീവന്റെ ഉത്ഭവത്തിന് കാരണമായ നിർമ്മാണ ഘടകങ്ങൾ ലളിതമായ വാതകങ്ങളിൽ നിന്ന് രൂപപ്പെടുന്നു എന്ന് തെളിച്ചു. അപ്പോ ജീവന്റെ ഉത്ഭവത്തിന് കാരണമായ നിർമ്മാണ ഘടകങ്ങൾ ലളിതമായ വാതകങ്ങളിൽ നിന്ന് രൂപപ്പെടുന്നു എന്ന് തെളിയിച്ചു. ഓക്കെ, ലളിതമായ വാതകങ്ങളിൽ നിന്ന് എന്ത് കണ്ടെത്തി, ജീവന്റെ ഉത്ഭവത്തിന് കാരണമായ നിർമ്മാണ ഘടകങ്ങളെ തെളിയിച്ച് കാണിച്ചു. ഓക്കെ, ഇനി അടുത്തത് സിഡ്നി ഫോക്സ് ആണ്. വീണ്ടും ഒരു കുറുക്കൻ, ചെന്നായിൽ തുടങ്ങി നമ്മളിപ്പോൾ കുറുക്കന്റെ അടുത്തെത്തി. ഓക്കെ, സിഡ്നി ഫോക്സ്. അപ്പൊ സിഡ്നി ഫോക്സിന് ഇമ്പോർട്ടന്റ് പറയുന്നത് പ്രോട്ടീനുകൾക്ക് സമാനമായ തന്മാത്രകളെ കൃത്രിമമായി നിർമ്മിക്കാമെന്ന് അയാൾ തെളിയിച്ചു. ഓക്കെ, അപ്പൊ സിഡ്നി ഫോക്സ് എന്താ ചെയ്ത്, പ്രോട്ടീനുകൾക്ക് സമാനമായ തന്മാത്രകളെ കൃത്രിമമായിട്ട് നിർമ്മിക്കാമെന്ന് തെളിയിച്ചു. ഇനി ജോവാൻ ഒറോണ്ട്. ഓക്കെ, ജോവാൻ. ഓക്കെ, ഇതിൽ വാൻ ഉണ്ട്. ഓക്കെ, വാന്റെ ഉള്ളിൽ വെച്ചിട്ട് ജോവാൻ എന്താ ചെയ്ത് നോക്കാം. ന്യൂക്ലിക് ആസിഡുകളുടെ പ്രധാന നിർമ്മാണ ഘടകങ്ങളിൽ ഒന്നായ അഡിനിൻ എന്ന നൈട്രജൻ ബേസ് കൃത്രിമമായി നിർമ്മിച്ചു. ഓക്കെ, അഡിനിൻ എന്ന നൈട്രജൻ ബേസ് കൃത്രിമമായി നിർമ്മിച്ചത് ആരാണ്, ജോവാൻ ഓറോ ആണ്. വാന്റെ ഉള്ളിൽ വെച്ചിട്ട് എന്താ നിർമ്മിച്ചത്, നൈട്രജൻ ബേസ് ആണ്, അഡിനിൻ നൈട്രജൻ ബേസ് ആണ് നിർമ്മിച്ചത്. ഓക്കെ, ഇനി പറയുന്നത് ആദിമ ഭൂമിയിലെ അന്തരീക്ഷം കൃത്രിമമായ പരീക്ഷണശാലയിൽ പുനഃസൃഷ്ടിച്ചുകൊണ്ടുള്ള ആദ്യകാല പരീക്ഷണങ്ങൾ യൂറേ മില്ലർ പരീക്ഷണം ഏറ്റവും ശ്രദ്ധേയമാണ് എന്നാണ് പറയുന്നത്. ഇനി അടുത്തത് നമ്മുടെ യൂറേ മില്ലറിന്റെ പരീക്ഷണത്തിന്റെ ഒരു പിക്ചറാണ് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, അവിടെ നോക്കി നോക്കൂ. ഊർജ്ജ രൂപത്തിന് ഇടിമിന്നലിനും അൾട്രാവയലറ്റ് കിരണങ്ങൾക്കും ഒക്കെ പകരമായിട്ട് എന്താ ഉപയോഗിച്ചത്, വൈദ്യുത സ്പാർക്കാണ് ഊർജ്ജ രൂപമായിട്ട് അവർ യൂസ് ചെയ്തത്, യൂറേ ആൻഡ് മില്ലർ. ദെൻ അമോണിയ, മീഥെയ്ൻ, ഡൈഹൈഡ്രജൻ, H2O എന്നിവയാണ് എന്തുള്ളത്, ആദിമ ഭൗമാന്തരീക്ഷത്തിലെ സമാനമായ വാതകങ്ങളായിട്ട് എടുത്തത്. ഓക്കെ, നമ്മൾ പറഞ്ഞു ലളിതമായ വാതകങ്ങളിൽ നിന്നാണ് അവർ തെളിയിച്ചത്. അപ്പോൾ ആകെ എടുത്തേണ്ടത് 4 വാതകങ്ങളിൽ ചേർന്ന് 4 വാതകങ്ങളെയാണ് എടുത്തിട്ടുള്ളൂ. അപ്പോൾ ആദിമ ഭൂമിയിൽ ഏതൊക്കെയായിരുന്നു, ഹൈഡ്രജൻ ഉണ്ടായിരുന്നു, ഹൈഡ്രജൻ സൾഫൈഡ് ഉണ്ടായിരുന്നു, ദെൻ എന്തുണ്ടായിരുന്നു, അമോണിയ ഉണ്ടായിരുന്നു, മീഥെയ്ൻ ഉണ്ടായിരുന്നു, പിന്നെ ആരുണ്ടായിരുന്നു, കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടായിരുന്നു, ദെൻ നീരാവി ഉണ്ടായിരുന്നു. ഇത്രയും പേരുണ്ടായിരുന്നു. എന്നാ നോക്കി നോക്കൂ, ഒരു 4 എണ്ണത്തിനെ പിടിച്ചെടുത്തിട്ട് ഓക്കെ വാതകങ്ങളെ ഉപയോഗിച്ചുകൊണ്ട് ഒരു വൈദ്യുത സ്പാർക്ക് ഊർജ്ജരൂപമാക്കി മാറ്റിയിട്ട് എന്ത് നിർമ്മിച്ച് കാണിച്ചെന്ന് നമുക്ക്, അമിനോ ആസിഡ്സ്. ഓക്കെ, ലഘുകണിക. ഓക്കെ, അമിനോ ആസിഡ്സ് പ്രോട്ടീനുകളുടെ നിർമ്മാണ ഘടകമായ ജൈവ തന്മാത്രയെ നിർമ്മിച്ചു കാണിച്ചെന്നു. അവരുടെ അവസാനം കിട്ടിയത് അമിനോ ആസിഡ്സിന് രൂപീകരിച്ചിട്ടാണ് അവർ കാണിച്ചു തന്നത്. ഓക്കെ, അപ്പൊ അതാണ് ഇവിടെ പറയുന്നുണ്ട്, ജൈവ തന്മാത്രകളായ അമിനോ ആസിഡുകളെ നിർമ്മിക്കുവാൻ ഈ പരീക്ഷണത്തിലൂടെ കഴിഞ്ഞു. ഇനി എന്താ ഇമ്പോർട്ടന്റ്, അനുയോജ്യമായ സാഹചര്യങ്ങളിൽ അജൈവിക ഘടകങ്ങളിൽ നിന്നും ജൈവ തന്മാത്രകൾ രൂപപ്പെടുമെന്ന് ഈ പരീക്ഷണത്തിലൂടെ തെളിയിക്കപ്പെട്ടു. അതാണ് വെരി വെരി ഇമ്പോർട്ടന്റ്. എന്താണ്, ഒരു അജൈവിക ഘടകങ്ങളിൽ നിന്ന് പോലും ജൈവ തന്മാത്രകൾ രൂപപ്പെടുമെന്നുള്ളത് ഈ പരീക്ഷണത്തിലൂടെ നമുക്ക് തെളിയിച്ച് കാണിച്ചു തന്നു. ഓക്കെ, അപ്പൊ ഈ ഒരു ഡിഫറൻസ് ആണ് യൂറേ മില്ലറുടെ പരീക്ഷണം പഴയ ആദിമ ഭൂമിയിലെ സാഹചര്യം വെച്ചിട്ടുള്ള ഒരു ഡിഫറൻസിന്റെ പട്ടികയാണ് നമ്മൾ ഓൾറെഡി അതിവിടെ ഡിസ്കസ് ചെയ്തു. ഇനി നമുക്ക് നെക്സ്റ്റ് നോക്കാം, ആദിമ കോശത്തിനുണ്ടായ മാറ്റങ്ങളാണ് പിന്നീട് എന്തൊക്കെയാണ് സംഭവിച്ചെന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ
സ്വയം ഇരട്ടിക്കാൻ ശേഷിയുള്ള ന്യൂക്ലിക് ആസിഡുകളും അതിനെ ആവരണം ചെയ്യുന്ന കൊഴുപ്പ് പാളിയും ചേർന്നതാണല്ലോ ആദിമകോശം ആണല്ലോ. സ്വയം ഇരട്ടിക്കാനുള്ള ശേഷിയുള്ള ന്യൂക്ലിക് ആസിഡുകളും അതിനെ ആവരണം ചെയ്ത കൊഴുപ്പ് പാളിയും ചേർന്നതാണ് ആദിമകോശം. ഈ ആദിമകോശത്തിൽ നിന്നാണ് ബാക്ടീരിയ പോലുള്ള കോശങ്ങൾ പരിണമിച്ചിട്ടുണ്ടായത്. അതായത് ഏകകോശ ജീവികൾ അല്ലെങ്കിൽ ഏകകോശങ്ങൾ ഉണ്ടായത്. ഏകകോശങ്ങൾ ഉണ്ടായത്. അപ്പൊ ഈ ഇത്തരമുള്ള ജീവികളെ, അതായത് ഏകകോശ ജീവികളെ എന്ത് പറയുന്നു? പ്രോകാരിയോട്ടുകൾ എന്ന് പറയുന്നു. എന്താണ് പറയുന്നത്? പ്രോകാരിയോട്ടുകൾ എന്ന് പറയുന്നു. ആദ്യമുണ്ടായ ലളിതഘടനയുള്ള ഇത്തരം ജീവികളെ എന്ത് പറയുന്നു? പ്രോകാരിയോട്ടുകൾ എന്ന് പറയുന്നത്. ഇനി അടുത്തത് പ്രോകാരിയോട്ടിൽ നിന്നും യൂക്കാരിയോട്ടിലേക്ക് എന്നാണ്. പ്രോകാരിയോട്ട് കോശങ്ങളിൽ നിന്നും കുറെ കൂടി സങ്കീർണ ഘടനയുള്ള യൂക്കാരിയോട്ട് കോശങ്ങൾ എങ്ങനെ രൂപപ്പെട്ടു എന്നുള്ളതാണ്. ഇവരുടെ മെയിൻ ഡിഫറൻസ് ആണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. പ്രോകാരിയോട്ടിക് കോശത്തിനും യൂക്കാരിയോട്ടിക് കോശത്തിനും നല്ല ഡിഫറൻസ് ആണ് ഇവർ തമ്മിലുള്ളത്. അപ്പോൾ ഇവിടെ പ്രോകാരിയോട്ടുകൾക്ക് കോശാംഗങ്ങൾ കുറവാണെങ്കിൽ അതിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും യൂക്കാരിയോട്ടിന്റെ കാര്യം. യൂക്കാരിയോട്ടിക് കോശത്തിന് കൂടുതൽ കോശാംഗങ്ങളുണ്ട്. ദെൻ കോശാംഗങ്ങൾക്ക് സ്ഥരാവരണമില്ല. പ്രോകാരിയോട്ടിക് കോശങ്ങളുടെ കോശാംഗങ്ങൾക്ക് എന്തില്ല? സ്ഥരാവരണമില്ല. എന്നാൽ സ്ഥരാവരണത്തോടു കൂടിയ കോശാംഗങ്ങളാണ് യൂക്കാരിയോട്ടിന്. ദെൻ സ്ഥരാവരണമുള്ള മർമ്മമില്ല. എന്നാൽ സ്ഥരാവരണമുള്ള മർമ്മം ഉണ്ട് യൂക്കാരിയോട്ടിക് കോശത്തിന്. അപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും ഓപ്പോസിറ്റ് ആയിട്ടാണ് ഇവരുടെ കാര്യങ്ങൾ എന്നുള്ളത് ചിന്തിക്കുക. ഇനി നമുക്ക് നെക്സ്റ്റ് തന്നിരിക്കുന്നത് മറ്റു കോശങ്ങൾ എങ്ങനെ ഉണ്ടായി? യൂക്കാരിയോട്ടിക് കോശം ഉണ്ടായി, എന്നിട്ട് അതെന്തായി? മറ്റു കോശാംഗങ്ങൾ ഉണ്ടായി അല്ലെ? യൂക്കാരിയോട്ടിക് കോശം പിന്നീട് എന്തായി മാറി? അതിൽ കോശാംഗങ്ങൾ വന്നു. അതെങ്ങനെ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ചെറുകോശമായ എയറോബിക് ബാക്ടീരിയയെ വിഴുങ്ങുന്നു. എന്നിട്ട് അതിനെ ദഹിപ്പിക്കാതെ അതിനെന്ത് ചെയ്യുന്നു? സംരക്ഷണം നൽകുന്നു. ഇത് കാലക്രമേണ എന്തായി മാറി? മൈറ്റോകോൺട്രിയായി മാറി എന്നാണ് പറയുന്നത്. അപ്പോൾ എയറോബിക് ബാക്ടീരിയ വിഴുങ്ങുന്നു, അതിനെ ദഹിപ്പിക്കാതെ എന്ത് ചെയ്യുന്നു? സംരക്ഷണം നൽകുന്നു. അവ കാലക്രമേണ മൈറ്റോകോൺട്രിയായി മാറി, കോശാംഗമായി മാറി. അടുത്ത നോക്കൂ, ചെറുകോശമായ പ്രകാശ സംശ്ലേഷണ ബാക്ടീരിയയെ വിഴുങ്ങുന്നു, അതിനെ ദഹിപ്പിക്കാതെ എന്ത് ചെയ്തു? അതിന് സംരക്ഷണം നൽകുന്നു. കാലക്രമേണ ഇതെന്തായി മാറി? ഹരിത കണമായി മാറുന്നു. പ്രകാശ സംശ്ലേഷണ ബാക്ടീരിയ എന്തായി മാറുന്നു? ഹരിത കണമായി മാറി. ദെൻ എയറോബിക് ബാക്ടീരിയ എന്തായി മാറി? മൈറ്റോകോൺട്രിയായി യൂക്കാരിയോട്ടിൽ മാറി എന്നുള്ളതാണ്. അപ്പോ പ്രോകാരിയോട്ടുകളിൽ ജനിതക വസ്തുക്കൾ കോശദ്രവ്യത്തിൽ ചിതറിയാണ് കിടക്കുന്നത്. പരിണാമ പ്രക്രിയയുടെ ഭാഗമായി മർമ്മത്തിന് സ്ഥരാവരണം രൂപപ്പെട്ടതാണ് യൂക്കാരിയോട്ട് കോശങ്ങളുടെ മുഖ്യ സവിശേഷത. ഈ പ്രോകാരിയോട്ടിൽ നിന്നും യൂക്കാരിയോട്ടിനെ മാറ്റി നിർത്തുന്നത് എന്താണ് ചോദിച്ചു കഴിഞ്ഞാൽ, അവരുടെ ഡിഫറൻസിന് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞെന്ന് വെച്ചാല് എന്താണ് മാറ്റി നിർദ്ദേശിച്ച കാരണം എന്താണ്? അവയ്ക്ക് എന്തുണ്ട്? മർമ്മത്തിന് സ്ഥരാവരണം ഉണ്ട്. യൂക്കാരിയോട്ടുകൾക്ക് സ്ഥരാവരണം ഉണ്ട്. ഇനി നമ്മൾ ഇവിടെ ശ്രദ്ധിക്കുകയാണെങ്കിൽ അടുത്ത കാര്യം പറയുന്നത് രണ്ട് പട്ടിക കൊടുത്തിട്ടുണ്ട്, സൂചകങ്ങളാണ്. പ്രോകാരിയോട്ടിക് കോശം എന്ന് പറയുന്നത് ലളിതമായതാണ്. എന്നാൽ ഇതെങ്ങനെയാണ്? സങ്കീർണമായ ഘടനയോട് കൂടിയിട്ടുള്ളതാണ് യൂക്കാരിയോട്ടിക് കോശം എന്ന് പറയുന്നത്. മർമ്മം, സ്ഥരാവരണം ഇല്ലാത്ത മർമ്മമാണുള്ളത്. എന്നാൽ മൈറ്റോകോൺട്രിയ, ഹരിതകണം തുടങ്ങിയ കോശാംഗങ്ങൾ എവിടെയാണുള്ളത്? യൂക്കാരിയോട്ടിക് കോശത്തിനാണുള്ളത്. ഇവയ്ക്ക് എന്തില്ല? അതില്ല എന്നുള്ളതും മനസ്സിലാക്കുക. അത്രയാണുള്ളത്. ഇനി നമുക്ക് ഒരു ബോക്സ് തന്നിട്ടുണ്ട്. ആ ബോക്സിലെ കാര്യങ്ങൾ ഒന്ന് വിശദീകരിച്ച് ഇവിടെ തന്നെ തന്നിട്ടുണ്ട് നെക്സ്റ്റ് പാർട്ടിലായിട്ട്. അപ്പോൾ അത് നോക്കാം. അപ്പോൾ കാലയളവും സവിശേഷതകളാണ്. 4.0 മുതൽ 4.6 ബില്യൺ വർഷമെടുത്ത് ഭൂമിയുടെ ഉത്ഭവം ഉണ്ടായി. 3.5 മുതൽ 2.5 ബില്യൺ വർഷമെടുത്ത് ആദ്യത്തെ ജീവന്റെ രൂപീകരണം ലളിതഘടനയോടുകൂടിയ ഏകകോശ പ്രോകാരിയോട്ടുകൾ ഉണ്ടായി. 2.5 ബില്യൺ ടു 541 മില്യൺ വർഷങ്ങൾ കൊണ്ട് യൂക്കാരിയോട്ടുകളും ബഹുകോശ ജീവികളും ഉണ്ടായി. 541 മുതൽ 252 ദശലക്ഷം വർഷങ്ങൾ എടുത്ത് സസ്യങ്ങളും ജന്തുക്കളും കരയിലുണ്ടായി. 252 മുതൽ 66 ദശലക്ഷം വർഷങ്ങൾ എടുത്ത് ദിനോസറുകൾ ഉണ്ടായി. 66 ദശലക്ഷം വർഷങ്ങൾക്ക് മുമ്പ് മുതൽ ഇതുവരെ സസ്തനികളുടെ ആവിർഭാവം മനുഷ്യോൽപത്തി എന്നാണ് പറയുന്നത്. അപ്പൊ നമുക്ക് ഇത് കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം ഉണ്ടായത് ഭൂമിയുടെ ഉത്ഭവമാണ്. ഭൂമിയുടെ ഉത്ഭവം ഉണ്ടായപ്പോൾ പിന്നീട് ആദ്യമായി ഉണ്ടായ ജീവന്റെ രൂപീകരണത്തിനുള്ള ലളിതഘടനയോടുള്ള ഏകകോശ പ്രോകാരിയോട്ടുകളാണ് പിന്നീടുണ്ടായത്. പ്രോകാരിയോട്ടുകൾ കഴിഞ്ഞ് പിന്നെ യൂക്കാരിയോട്ടുകളായ ബഹുകോശ ജീവികൾ വന്നു. ദെൻ സസ്യങ്ങളും ജന്തുക്കളും കരയിൽ വളർന്നു.
ദെൻ ദിനോസറുകളുടെ കാലഘട്ടമായിരുന്നു. ദിനോസറുകളുടെ കാലഘട്ടത്തിന് ശേഷമാണ് സസ്തനികളുടെ ആവിർഭാവം പിന്നീട് മനുഷ്യോൽപത്തി ഉണ്ടാവുന്നതും. ഓക്കെ, ഇത്രയാണ് നമ്മൾ ചെയ്യുക. ആദ്യം ഭൂമിയുടെ ഉത്ഭവം, ദെൻ ഏകകോശ പ്രോകാരിയോട്ടുകൾ, പിന്നെ യൂക്കാരിയോട്ടുകളായ ബഹുകോശ ജീവികൾ ഉണ്ടായി, സസ്യങ്ങളും ജന്തുക്കളും കരയിലുണ്ടായി, ദിനോസറുകൾ ഉണ്ടായി, സസ്തനികളുടെ ആവിർഭാവം, അതിനുശേഷം മനുഷ്യോൽപത്തി എന്ന് പറയുന്നത്. ഇനിയുള്ളത് കോസ്മിക് കലണ്ടർ ആണ്. എന്താണ് കോസ്മിക് കലണ്ടർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പ്രപഞ്ചത്തിന്റെ പ്രായം ഒരു വർഷമായി സങ്കല്പിച്ചുകൊണ്ടുള്ള കലണ്ടർ ആണ് ഇത് കോസ്മിക് കലണ്ടർ. ഈ കോസ്മിക് കലണ്ടറിന്റെ ഒരു സെക്കൻഡ് എന്ന് പറയുന്നത് 438 വർഷങ്ങൾക്ക് സമമായിരിക്കും. ഓക്കെ, പ്രപഞ്ചത്തിന്റെ പ്രായം എത്രയാണ്? ഒരു വർഷമായിട്ടാണ് എടുക്കുന്നത്. ഒരു സെക്കൻഡ് എന്ന് പറയുന്നത് 438 വർഷമായിട്ട് എടുക്കുന്ന കലണ്ടറാണ് ഈ കോസ്മിക് കലണ്ടർ. അപ്പൊ ആ കോസ്മിക് കലണ്ടറിലെ കാര്യങ്ങളാണ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, ഇപ്പൊ ജനുവരി 1 പുലർച്ചെ കൃത്യം 0:00 പ്രപഞ്ചം ഉണ്ടാകുന്നു, അങ്ങനെ കൊടുത്തിട്ടുണ്ട്. ദെൻ സൗരയൂഥമാണ് ഫസ്റ്റ്. സൗരയൂഥത്തിൽ ഭൂമി ഉണ്ടാവുന്നു. ഭൂമി ഉണ്ടായതിനു ശേഷം ജീവന്റെ ആവിർഭാവം ഉണ്ടാവുന്നു. ദെൻ പ്രോകാരിയോട്ടുകൾ ഉണ്ടാവുന്നു, യൂക്കാരിയോട്ടുകൾ ഉണ്ടാവുന്നു, നട്ടലുള്ള ജീവി ഉണ്ടാവുന്നു, കരയിലെ സസ്യങ്ങൾ ഉണ്ടാവുന്നു, ഡൈനോസേഴ്സ് ഉണ്ടാവുന്നു, സസ്തനി ഉണ്ടാവുന്നു, അവസാനം മനുഷ്യൻ ഉണ്ടാവുന്നു എന്നാണ്. അപ്പൊ കോസ്മിക് കലണ്ടറിലെ ഏറ്റവും ഒടുവിൽ ഉണ്ടാവുന്നത് ആരാണ്? മനുഷ്യൻ തന്നെയാണ്. ഓക്കെ, കോസ്മിക് കലണ്ടർ പ്രകാരം വർഷാന്ത്യത്തിൽ അവസാന ദിവസത്തിലെ അവസാന നിമിഷങ്ങളിലാണ് മനുഷ്യൻ ഉണ്ടായത്. ഓക്കെ, ഇനി ഇവിടെയുള്ള നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈ ഒരു കാലഘട്ട പട്ടിക ഒന്ന് നേരാവണ്ണം നമുക്ക് നോക്കാം. ഫസ്റ്റ് തന്നെ ഉണ്ടായത് എന്താണ്? പ്രോകാരിയോട്ടുകളാണ്. രണ്ടാമതുണ്ടായത് യൂക്കാരിയോട്ടുകളാണ്. അതിനുശേഷം എന്തുണ്ടായി? ബഹുകോശ ജീവികൾ ഉണ്ടായി. യൂക്കാരിയോട്ടിന് ശേഷം ബഹുകോശ ജീവികൾ ഉണ്ടായി. അതിനുശേഷം കരയിലെ ആദ്യ ജന്തുക്കളും സസ്യങ്ങളും ഉണ്ടായി. അതിനുശേഷം ദിനോസറുകൾ ഉണ്ടായി. ദിനോസറുകളുടെ കാലഘട്ടത്തിന് ശേഷമാണ് സസ്തനികൾ ഉണ്ടാവുന്നത്. ഓക്കെ, സസ്തനികളുടെ കഴിഞ്ഞിട്ടാണ് ലാസ്റ്റ് മനുഷ്യ ഉൽപ്പത്തി ഉണ്ടാവുന്നത്. ഓക്കെ, ഇനി ഇതിൽ വേറൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു എയും ബിയും അനുയോജിച്ചവർ കണ്ടെത്തി ജോഡി ചെയ്യാനാണ്. അപ്പോൾ ഫസ്റ്റ് യുറേ മില്ലർ ആണ്. യുറേ മില്ലർ എന്താണ്? യുറേ മില്ലർ അമിനോ ആസിഡ്സ് ആണ്, അല്ലെ? അമിനോ ആസിഡ്സ് ആണ്. ജോവാനോറോ വാൻ്റെ ഉള്ളിൽ എന്താ ഉണ്ടാക്കിയത്? നൈട്രജൻ ബേസ് ആണ് ഉണ്ടാക്കിയത്. ഓക്കെ, നൈട്രജൻ ബേസ് ഉണ്ടാക്കി. സിഡ്നി ഫോക്സ് കുറുക്കൻ എന്താ ഉണ്ടാക്കി? പ്രോട്ടീനോയിഡ് ആണ് ഉണ്ടാക്കിയത്. ഓക്കെ, പ്രോട്ടീനോയിഡ്. ഒപ്പാരിൻ ഹാൽഡിനോ ആണ് രാസപരിണാമ സിദ്ധാന്തത്തിന്റെ ഉപജ്ഞാതാക്കൾ എന്നറിയപ്പെടുന്നത്. ഓക്കെ, ഇത്രയാണെന്ന് വെച്ചാൽ നമ്മുടെ ഈ ചാപ്റ്റർ എന്തായാലും കഴിഞ്ഞു. അപ്പൊ എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഓക്കെ.